അപ്പം നിങ്ങൾ തംബ്നെയിലിൽ കണ്ട പോലെ തന്നെ എങ്ങനെ നമ്മളുടെ ഒരു ഡേ പ്രൊഡക്റ്റീവ് ആക്കാം എന്നാണ് ഞാൻ ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതനുസരിച്ച് ഞാൻ ഒരു 7 ways നമുക്ക് എങ്ങനെയൊക്കെ നമ്മുടെ ലൈഫ് ഒന്ന് പ്രൊഡക്റ്റീവ് ആക്കാം എന്നുള്ളതാണ് ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോയ്ക്കകത്ത് പറയാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം ഈ ഒരു സമയത്ത് ഒരു 20-30 ഇയേഴ്സിന് ഇടയ്ക്കുള്ള ആൾക്കാരാണ് നമ്മുടെ കരിയർ ബിൽഡ് ചെയ്യാൻ വേണ്ടി ഭയങ്കരമായിട്ട് കിടന്ന് കഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. അല്ലെങ്കിൽ അതിനകത്ത് കൂടുതൽ ആൾക്കാരും എന്താണ് ഈ ഗവൺമെൻറ് എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ. ജസ്റ്റ് SSC, PSC, ബാങ്ക് എക്സാം, അങ്ങനെയൊക്കെ കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരുടെ കാര്യമാണ് ഭയങ്കര കഷ്ടമെന്ന് പറയുന്നത്. കാരണം അവരൊരു എക്സാമിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നു, അത് കിട്ടുന്നില്ല. അല്ലെങ്കിൽ ചില സമയത്ത് ട്രൈ ചെയ്യുന്നു, അത് എന്താണ് റാങ്ക് ലിസ്റ്റിൻ്റെ ഏറ്റവും അവസാനം വരുന്നു. PSC ഒക്കെ കാലത്താണെങ്കിൽ റാങ്ക് ലിസ്റ്റിൻ്റെ ഏറ്റവും അവസാനം വരുന്നു, കിട്ടുന്നില്ല, അഡ്വൈസ് കിട്ടുന്നില്ല. പിന്നെയും അത് എല്ലാം മറന്ന് അടുത്ത എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നു, സിലബസ് എടുക്കുന്നു, പ്രിപ്പയർ ചെയ്യുന്നു. അങ്ങനെ അവരുടെ ടൈം കുറേ പോകുന്നു. അങ്ങനെ അതിനിടയ്ക്ക് സോഷ്യൽ മീഡിയ നോക്കുന്നു, അതൊരു ഡിസ്ട്രാക്ഷനായിട്ട് മാറുന്നു. സോഷ്യൽ മീഡിയ നോക്കുമ്പോൾ നമ്മളോട് പഠിച്ചവരെല്ലാവരും കല്യാണം കഴിച്ചു, ജോലിയായി, സെറ്റിൽഡായി, എല്ലാം ആയി. അപ്പോൾ അതുകൂടെ കാണുമ്പോൾ ഒന്നും കൂടെ നമ്മൾ ഡിപ്രസ്ഡ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന്നൊക്കെ നമുക്ക് എങ്ങനെയൊന്ന് പ്രൊഡക്റ്റീവ് ആക്കാം നമ്മളെ ഡേ എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ, പറയാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ മെയിൻലി ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മുടെ വീട്ടിൽ തന്നെ ഇരുന്ന് സെൽഫായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരല്ലേ ഈ എക്സാംസിനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു എങ്ങനെ നമുക്ക് പ്രൊഡക്റ്റീവ് ആക്കാം എന്നതാണ് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്ലീപ്പിംഗ് ടൈം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളത്. ചിലർക്കാണെങ്കിൽ രാവിലെ എണീറ്റ് പഠിക്കുന്നതായിരിക്കും ഇഷ്ടം, ചിലർക്ക് രാത്രി കൂടുതൽ സമയം പഠിക്കും, എന്നിട്ട് രാവിലെ താമസിച്ച് എണീക്കുക. ചിലരാണെങ്കിൽ രാത്രി നേരത്തെ കിടക്കും, എന്നിട്ട് രാവിലെ ഒരു 4 മണിക്ക് 5 മണിക്കൊക്കെ എണീച്ച് പഠിക്കുന്ന ആൾക്കാരായിരിക്കും. അപ്പം അത് ഡിപ്പെൻസ് ഓരോ ആൾക്കാർ. അപ്പോൾ അത് നമുക്ക് തന്നെ അറിയാമല്ലോ സ്വന്തമായിട്ട് നമുക്ക് എങ്ങനെയാണ് നമ്മുടെ സ്ലീപ്പിംഗ് ടൈം. നമ്മൾ രാത്രി ഇരുന്ന് പഠിക്കാനാണോ താല്പര്യപ്പെടുന്നത്, രാവിലെ ആണോ, അതൊക്കെ നമ്മുടെ ഇഷ്ടം. നമ്മൾ എങ്ങനെയാണെന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ അതനുസരിച്ച് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം നമ്മുടെ സ്ലീപ്പിംഗ് ടൈം കറക്റ്റ് ആക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ കറക്റ്റ് ആക്കി കഴിഞ്ഞാൽ ഇപ്പം ഒരു രാത്രി 10 മണിക്ക് എണീറ്റിട്ട് രാവിലെ 5 മണിക്ക് രാത്രി 10 മണിക്ക് കിടന്നിട്ട് രാവിലെ 5 മണിക്ക് എണീക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്കൊരു 7 hours ഒക്കെ മതി കേട്ടോ സ്ലീപ്പ്, ഒരു പ്രോപ്പർ സ്ലീപ്പ്. ചിലർക്ക് പക്ഷേ ഒരു 8 മണിക്കൂറൊക്കെ ഉറങ്ങിയാലേ ചിലപ്പോൾ ശരിയാവത്തുള്ളൂ എന്നുണ്ടെങ്കിൽ അങ്ങനെ. ചിലർക്ക് ചിലപ്പോൾ ഒരു 6 hours ഒക്കെ ഉറങ്ങിയാൽ മതിയായിരിക്കും. അപ്പോൾ ഈ സ്ലീപ്പിംഗ് ടൈം നമ്മളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്ലീപ്പിംഗ് ടൈം നമുക്ക് ആപ്റ്റ് ആവുന്ന രീതിയിൽ നമ്മൾ സെലക്ട് ചെയ്യാന്നുള്ളതാണ് നമ്മുടെ സ്ലീപ്പിംഗ് ടൈം എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് ഒരു വേ എന്ന് പറയുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പം വീട്ടിലാണ് നമ്മൾ എക്സാംസിന് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ നോർമലി നമ്മൾ വീട്ടിലാണ്, വേറെ പണികളൊന്നും നമുക്ക് ചെയ്യാനായിട്ടില്ല, വീട്ടിൽ തന്നെയാണ് നമ്മൾ, അല്ലെങ്കിൽ പുറത്ത് നമ്മൾ വേറെ ജോബിനൊന്നും പോകുന്നില്ല, അങ്ങനത്തെ ഒരാളാണ്. അപ്പോൾ തന്നെ നമ്മൾ എണീറ്റ് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഫ്രഷപ്പ് ആവുക എന്നുള്ളത്. ഫ്രഷപ്പ് ആവുക ഞാൻ ഉദ്ദേശിച്ചത് നമ്മൾ നോർമൽ മോർണിംഗ് പ്രാഥമിക കാര്യങ്ങൾ മാത്രമല്ല, അതല്ല ഉദ്ദേശിക്കുന്നത്. ഇപ്പം ലേഡീസിനെയൊക്കെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹെയർ അല്ലെങ്കിൽ നമ്മുടെ ഡ്രസ്സ്, നമ്മൾ ഈ കിടന്ന ഡ്രസ്സ് തന്നെ ഇട്ടിട്ട് രാവിലെ നമ്മൾ രാത്രി കിടക്കുമല്ലോ, അത് തന്നെ രാവിലെ എണീറ്റ് ഇരിക്കാതിരിക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ രാത്രി നമ്മളിപ്പോൾ ഒരു ഡ്രസ്സ് ഇട്ട് കിടന്നു, അവിടെ രാവിലെ നമ്മൾ എണീക്കുമ്പോൾ നമ്മൾ ആ ഒരു ഇതോടുകൂടി എണീക്കുന്നത്. അപ്പോൾ നമുക്ക് പ്രൊഡക്റ്റീവ് ആക്കാനോ അല്ലെങ്കിൽ നമുക്ക് ആ ഒരു മടുപ്പ്, ഡെയിലിയുള്ള ആ ഒരു മടുപ്പ് തോന്നുമല്ലോ നമുക്ക്, ആ മടുപ്പ് മാറ്റാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ എണീക്കുന്നു, നമ്മൾ ബെഡ്ഷീറ്റൊക്കെ വിരിച്ചിടുന്നു. പിന്നെ നമ്മുടെ റൂം, നമ്മൾ പഠിക്കുന്ന റൂം, ചിലപ്പം നമ്മളെ റൂം എന്ന് പറയുമ്പോൾ നമ്മൾ പഠിക്കുന്നതും പിന്നെ നമ്മുടെ സ്റ്റഡിങ് ടേബിളും എല്ലാം കൂടെ ചേർന്നായിരിക്കും നമ്മുടെ ഒരു റൂം എന്ന് പറയുന്നത്. ചിലർ സെപ്പറേറ്റ് ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് മാത്രമായിട്ടൊരു റൂം സെറ്റ് ചെയ്യാറുണ്ട്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ, അല്ലാതാണെങ്കിൽ അല്ല, അങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെ. പക്ഷേ എനിക്ക് എവിടെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പഠിക്കുന്ന സ്ഥലം, ആ ഒരു പ്ലേസ് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി ഇടുക എന്നുള്ളതാണ് പിന്നെ ചെയ്യേണ്ടത്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഇടണം. കാരണം അവിടെ ഭയങ്കര മെസ്സി ആയിട്ട് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പഠിക്കാനുള്ള ആ ഒരു ഇത് കിട്ടത്തേയില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് നീറ്റാക്കി ഒന്ന് വെച്ച് നോക്കേ, നമുക്ക് നല്ലൊരു ഉണർവ് കിട്ടും പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. പിന്നെ നമ്മൾ ചെയ്യേണ്ട അതേപോലെ തന്നെ നമ്മൾ റൂമിൽ തന്നെ ഉണ്ടെന്നുണ്ടെന്നാണ് ബെഡും ഒക്കെ അവിടെ ആ റൂമിൽ തന്നെ ആണെന്നുണ്ടെങ്കിൽ ബെഡെല്ലാം നമ്മൾ കറക്റ്റായിട്ട് വിരിച്ചിടുക. അതേപോലെ നമ്മൾ സ്റ്റഡിങ് ടേബിളും കറക്റ്റായിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുക. അതിനുശേഷം നമ്മൾ തലേന്ന് ഇട്ടിരിക്കുന്ന ഡ്രസ്സ് ഉണ്ടല്ലോ, ആ ഡ്രസ്സ് ജസ്റ്റ് ഒന്ന് മാറ്റുക കേട്ടോ. മാറ്റിയിട്ട് ഒരു പുതിയ ഡ്രസ്സ് ഇടുക. പുതിയതെന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്, കഴുകിയ വേറെ ഡ്രസ്സ് ഇടുക. വേറെ ഡ്രസ്സ് ഇട്ടിട്ട് നമ്മൾ ജസ്റ്റ് ഫ്രഷപ്പ് ആയിട്ടാണ് ഡ്രസ്സ് ഇടുന്നത് എല്ലാവരും, എങ്ങനെയാണ് നോർമൽ അങ്ങനെ. അപ്പോൾ അതേപോലെയാണ് പുതിയൊരു ഡ്രസ്സ് ഇടുന്നത്. എന്നിട്ട് നമ്മൾ ഇപ്പോൾ ലേഡീസിൻ്റെ കാര്യത്തിൽ ഞാൻ പറയുന്നത്, നമ്മൾ ജസ്റ്റ് ഒന്ന് നമ്മുടെ ഹെയറൊക്കെ ഒന്ന്
വൃത്തിയായിട്ടൊന്ന് കോംബ് ചെയ്യും. ഈ ഹെയർ കോംബ് ചെയ്യുമ്പോൾ തന്നെ ഹെഡിന് ഒരു മസാജ് കിട്ടും. അപ്പോൾ മസാജ് കിട്ടുമ്പോൾ നമുക്കൊരു ഒരു 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 ഉണർവ് കിട്ടും. ഈ ചിലവരുണ്ട്, നമ്മൾ ലേഡീസിൻ്റെ കാര്യമാണ്, എല്ലാവരും അങ്ങനെയാണെന്നല്ല കേട്ടോ പറയുന്നത്. നമ്മൾ ഈ തലമുടി നമ്മൾ തന്നെ എന്താണ് രാവിലെ എഴുന്നേറ്റ് നമ്മൾ തന്നെ ഇങ്ങനെ ചുറ്റി കെട്ടി അങ്ങനത്തെ ഉള്ളൊരു ഇതുണ്ടല്ലോ നമുക്ക്, അങ്ങനത്തെ രീതിയിൽ ചുമ്മാ കെട്ടി വെക്കും. അല്ലെങ്കിൽ ചിലരാണെങ്കിൽ പിന്നെ ഇങ്ങനെ ഇതാക്കിയിട്ട് അങ്ങനെ വെക്കും. അതൊക്കെ ഓരോരുത്തർ ഇഷ്ടം പോലാണ്, അങ്ങനെയാണ് ചെയ്യുന്ന രാത്രി. അപ്പോൾ അത് തന്നെയായിട്ട് രാവിലെ എണീക്കും, അത് തന്നെ ജസ്റ്റ് ഒതുക്കി വെക്കും. അങ്ങനെ ലേസി ആയിട്ടുള്ള ആൾക്കാരൊക്കെ അങ്ങനെ അത് തന്നെ അങ്ങനെ ഒതുക്കി അങ്ങ് വെക്കും, വേറെ അങ്ങനെ ചെയ്തില്ല. പക്ഷേ ഈ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം വെച്ചാൽ നന്നായിട്ട് ഹെയർ കോംബ് ചെയ്യുക. കോംബ് ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ലൊരു മസാജ് നമ്മളെ തലയ്ക്ക് കിട്ടും. അപ്പോൾ തന്നെ നമുക്കൊരു ഉണർവ് കിട്ടും. അപ്പം നല്ലതായിട്ട് നമ്മൾ എവിടെയും നമ്മൾ വിചാരിക്കും, നമ്മൾ എവിടെയും പോകുന്നില്ലല്ലോ, പിന്നെ എന്തിനാ നമ്മൾ എന്താണ് വെറുതെ എന്തിനാ ഇങ്ങനെ ഡ്രസ്സപ്പ് ചെയ്യുന്നത്, എന്തിനാ വെറുതെ, അങ്ങനെയൊക്കെ ചിന്തിക്കും. പക്ഷെ അങ്ങനെ ചിന്തിക്കരുത്. കാരണം നമ്മളെന്ന് വെച്ചാൽ ഈ കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർ എപ്പോഴും വീട്ടിലാണ്. അപ്പോൾ അവർ വീട്ടിൽ ഇരുന്ന് സെൽഫ് സ്റ്റഡി ചെയ്യുന്നവർ. അപ്പോൾ അവർക്കൊരു മടുപ്പ് തോന്നരുത് അവരുടെ ലൈഫിന്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനത്തുള്ള ചേഞ്ചസ് കൊണ്ടുവരാൻ വേണ്ടി പറയുന്നത് കേട്ടോ. അപ്പോൾ ജസ്റ്റ് കോംബ് ചെയ്യാൻ നമ്മൾ ജസ്റ്റ് ഒന്ന് റെഡി ഒന്ന് ജസ്റ്റ് നമ്മൾ കല്യാണത്തിനൊക്കെ പോകുന്നതൊക്കെ ഒരുങ്ങണമെന്നല്ല പറയുന്നത്. അല്ലാതെ നമ്മുടേതായിട്ടുള്ള രീതിയിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഒരുങ്ങത്തിൽ ജസ്റ്റ് മോയ്സ്ചറൈസറോ നമ്മളെന്താണോ നമ്മൾ ഇത് ചെയ്യുന്നത് അതേ കണക്ക് ചെയ്യുക. നമ്മൾ നോർമലി ചെയ്യുന്ന കുറച്ച് സംഭവങ്ങളുണ്ടല്ലോ അതൊക്കെ ചെയ്യാം. അതിനുശേഷം നമ്മൾ ഭക്ഷണം കഴിക്കുക. നന്നായിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യരുത്. നന്നായിട്ട് നമ്മുടെ വീട്ടിൽ എന്താണോ ഉള്ളത് ആ ഫുഡ് നമ്മൾ കഴിക്കുക. നന്നായിട്ട് നല്ല വൃത്തിക്ക് നമ്മൾ ഫുഡ് കഴിക്കുക. ഒരിക്കലും നമ്മൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ല കേട്ടോ. അപ്പം നമ്മൾ ഇനി അടുത്ത് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ, പിന്നെ ഞാൻ താഴെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ എന്തൊക്കെ കാര്യങ്ങളാണ് പറയേണ്ടതെന്ന്. അപ്പോൾ പിന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാവർക്കും ഉള്ളൊരു ഇതാണ്, നമ്മൾ എണീറ്റ ഉടനെ ചിലപ്പോൾ നമ്മൾ അലാം വെച്ചിട്ടായിരിക്കും കിടക്കുക. അപ്പോൾ അലാം വെച്ചിട്ട് ചിലരാണെങ്കിൽ ഈ അലാം ഓഫ് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ ഈ ഫോണും കയ്യിലെടുത്തിട്ട് കിടന്നുകൊണ്ട് തന്നെ എണ്ണിക്കുമ്പം കിടന്നുകൊണ്ട് തന്നെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് ഇങ്ങനെ പോകാറുണ്ട്. ഫോൺ ഇൻസ്റ്റയിലും യൂട്യൂബിലും ഒക്കെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് ഇങ്ങനെ പോകാറുണ്ട്. പക്ഷേ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. നിങ്ങൾ ഇൻസ്റ്റ യൂസ് ചെയ്യരുതെന്നല്ല പറയുന്നത്, പക്ഷേ എണീറ്റ് ഉടനെ നമ്മൾ ഫോൺ എടുത്തിട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്യരുത്. നമ്മൾ ഫോൺ എടുക്കുന്നു, ജസ്റ്റ് അലാം ഓഫ് ചെയ്യുന്നു, വെക്കുന്നു, അത് ഇറ്റ്സ് ഓക്കെ. പക്ഷേ എങ്കിൽ ഫോൺ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യരുത്, പിന്നെയും ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് ചിലരൊക്കെ 1 മണിക്കൂറൊക്കെ ഇങ്ങനെ കിടന്നുകൊണ്ട് തന്നെ എണീച്ച് കാണത്തില്ല, എണ്ണിക്കതിന് മുന്നേ തന്നെ ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടേ ഇരിക്കുക. അത് ഭയങ്കര വലിയൊരു ബാഡ് ഹാബിറ്റാണ്. നമ്മുടെ അന്നത്തെ ആ ഡേ പോയി കിട്ടും കേട്ടോ. അന്നത്തെ ഡേ ഫുള്ള് പോയി കിട്ടും. കാരണം ഭയങ്കര ഒരു ബാഡ് എഫക്റ്റാണത് നമ്മുടെ ബോഡിക്ക് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് എണീറ്റ ഉടനെ ഫോൺ എടുക്കാതിരിക്കുക. മാക്സിമം ഫോൺ പെട്ടെന്ന് അങ്ങനെ എടുക്കാതിരിക്കുക. ഞാൻ ഈ പറയുന്ന ഈ സംഭവങ്ങളൊക്കെ ചെയ്തൊന്ന് ഫ്രഷപ്പായി അതിനൊക്കെ ശേഷം വേണമെങ്കിൽ നിങ്ങൾ നോക്കിക്കോ, കുഴപ്പമില്ല. അങ്ങനെ. അപ്പോൾ അതുകൊണ്ട് ഫോൺ എണീറ്റ ഉടനെ തന്നെ ഫോൺ എടുക്കാതിരിക്കുക കേട്ടോ. ഫോൺ എടുക്കാതിരിക്കാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ സ്ക്രോളിങ് പരിപാടികൾ ചെയ്യാതിരിക്കുക. പിന്നെ എനിക്ക് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ ഒരു ഡേ നമ്മളിപ്പം ഒന്നുകിൽ രാത്രി കിടക്കുമ്പോൾ നമ്മൾ രാത്രി കിടക്കുമ്പോൾ നാളത്തെ ഡേ ഒന്ന് സ്കെഡ്യൂൾ ചെയ്യുക. എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാം, ഇന്ന സമയത്ത് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. ഇനിയിപ്പോൾ ചിലപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് രാവിലെ എണീറ്റിട്ട് പഠിക്കുന്നതിന് തൊട്ട് മുന്നായിട്ട് ഞാനൊക്കെ സ്കെഡ്യൂൾ ചെയ്ത് വെച്ചാലും മതി. അതൊക്കെ നമ്മുടെ ഇഷ്ടം കേട്ടോ. പക്ഷേ എങ്കിൽ ഒന്ന് സ്കെഡ്യൂൾ ചെയ്ത് വെക്കുക, എന്തൊക്കെ നമുക്ക് ചെയ്യണം, ഇന്ന സമയത്ത് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അങ്ങനെയൊക്കെ. ചിലപ്പോൾ രാവിലെ ആയിരിക്കും നമുക്ക് വേറെ എന്തെങ്കിലും ഒരു കാര്യത്തിനായിട്ട് നമുക്ക് പുറത്ത് പോകേണ്ടി വരുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ രാവിലെ സ്കെഡ്യൂൾ ചെയ്താലും മതി. അങ്ങനെ. പക്ഷേ എങ്കിൽ ചെയ്യേണ്ട ഒരു കാര്യം നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത് കംപ്ലീറ്റ് ആയിട്ടൊന്ന് ഡീറ്റെയിൽ ചെയ്ത് വെക്കുക. അതൊരു ചെറിയൊരു നമ്മൾ എഴുതി വെച്ചിട്ട് തന്നെ ഒരു ടു ഡു ലിസ്റ്റ് പോലെ അങ്ങനെ എഴുതി വെച്ചിട്ട് സൈഡിലൊരു സ്ക്വയർ മാർക്ക് ചെയ്യുക. നമ്മൾ ചെയ്ത കാര്യങ്ങളൊക്കെ ഇങ്ങനെ ടിക്കിട്ട് അപ്പോൾ അത് നമുക്ക് ഭയങ്കര ഈ ടിക്ക് തോനെ കാണുമ്പോൾ നമുക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്തു എന്നൊക്കെ അറിയുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഇത് കിട്ടും, ഒരു സന്തോഷം കിട്ടും. ഇങ്ങനെ ടിക്കിട്ട് പോയെന്നറിയുമ്പോൾ ഇത്രയും നമ്മൾ ചെയ്തു എന്നറിയുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷം കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു കാര്യം വെച്ചാൽ, നമുക്ക് എൻ്റർടൈൻമെൻറ്റ് ഫുള്ളായിട്ട് അങ്ങ് കട്ട് ചെയ്തിട്ട് നമ്മൾ ഫുൾ ടൈം പഠിക്കുക അങ്ങനത്തെ ഇതല്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് ഇതായിപ്പോവും. നമ്മൾ ഫുൾ ടൈം അങ്ങനെ എത്രയും ഭയങ്കരമായിട്ട് സമയം നമ്മൾ പഠിക്കാനായിട്ട് നമുക്ക് പറ്റുമെന്ന് വെച്ചാൽ ഒരു 80% ആൾക്കാരും പറ്റത്തില്ല. അങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഫുള്ളായിട്ട് ഒരു ഇതിനകത്തും ഏർപ്പെടാതെ ഭയങ്കരമായിട്ട് പഠിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് നടക്കുന്ന കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് എൻ്റർടൈൻമെൻ്റ് ഒക്കെ ആകാം കേട്ടോ. നമ്മൾ പഠിക്കുന്നു, അല്ലെങ്കിൽ ഉച്ചയാകുമ്പോൾ നമ്മൾ ഫോൺ ജസ്റ്റ് എടുക്കുന്നു, ജസ്റ്റ് ഇൻസ്റ്റ വേണമെങ്കിൽ നമുക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ഈ ടൈം കുറയ്ക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയത്. ഇൻസ്റ്റ എടുത്തിട്ട് 1 മണിക്കൂറോളം ഇങ്ങനെ സ്ക്രോൾ ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ ജസ്റ്റ് ഒരു 5 മിനിറ്റ്സോ അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ്സോ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിൻ്റെയൊക്കെ സ്റ്റോറി കാണാം, അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് റീൽസ് കാണാം. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് എന്താ ചെയ്യണം എന്നുള്ളത്. അതുകൂടാതെ ചിലപ്പോൾ അതും ഫോൺ അങ്ങനെയും യൂസ് ചെയ്യേണ്ട എന്നുള്ള ആൾക്കാരാണെങ്കിൽ വേറെ എന്തെങ്കിലും ആക്ടിവിറ്റിയിൽ ഏർപ്പെടുക. അങ്ങനത്തുള്ള വേറെ എന്തെങ്കിലും ആക്ടിവിറ്റി, നമുക്ക് ഫണ്ണായിട്ട് തോന്നുന്ന എന്തെങ്കിലും ആക്ടിവിറ്റി, അല്ലെങ്കിൽ ചിലപ്പോൾ ബോയ്സൊക്കെ അവർ പുറത്ത് പോവുക, ഫ്രണ്ട്സായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന്
എന്നുവെച്ചാൽ അടുത്ത് തോന്ന സ്ഥലത്തുനിന്നല്ല പറയുന്നത് കേട്ടോ, അടുത്തൊക്കെ പോയി ജസ്റ്റ് ഒന്ന് ചില്ല് ചെയ്യുക, അല്ലെങ്കിൽ ചിലപ്പോൾ കളിക്കുക, ക്രിക്കറ്റ് പോലത്തുള്ള അങ്ങനത്തെ എന്തെങ്കിലും ഫുട്ബോൾ, ക്രിക്കറ്റ് അങ്ങനെയൊക്കെ കളിക്കുക, അങ്ങനത്തുള്ള പരിപാടികളൊക്കെ അതൊക്കെ ചെയ്യാം, അങ്ങനത്തുള്ളതൊക്കെ ചെയ്യാം. ഗേൾസ് ആകുമ്പോൾ അവർക്കായിട്ടുള്ള എന്തെങ്കിലും ആക്ടിവിറ്റീസൊക്കെ, അവർക്ക് ഫണ്ട് കിട്ടുന്ന ആക്ടിവിറ്റീസ്, അല്ലെങ്കിൽ അവർക്ക് അറിയാം നമ്മൾ മൈൻഡ് ഒന്ന് ഫ്രഷ് ആക്കാൻ പറ്റും. ചിലപ്പോൾ വേണമെങ്കിൽ നമ്മുടെ വീട്ടിൻ്റെ ടെറസിൻ്റെ മുകളിലോ അല്ലെങ്കിൽ ജസ്റ്റ് നമ്മുടെ വരാന്തയിലോ ഒന്ന് പോയിരിക്കുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു ഇതായിരിക്കും. അല്ലെങ്കിൽ ചിലപ്പം ഗേൾസിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ അമ്മമാരത്തൊക്കെ ജസ്റ്റ് ഒന്ന് സംസാരിക്കുമ്പോൾ നമുക്കൊന്ന് ഒരു ചെറിയൊരു ഇത് കിട്ടും, ഒരു റിലീഫ്, ഒരു ഇത് കിട്ടും. അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റേഴ്സിനോട് സംസാരിക്കുമ്പോൾ നമുക്കൊരു ഇത് കിട്ടും. അല്ലെങ്കിൽ നമ്മളെ ഏറ്റവും നല്ലൊരു ഫ്രണ്ടിനെ ജസ്റ്റ് ഒരു വീഡിയോ കോൾ ചെയ്തിട്ട് അവരുടെ 5 മിനിറ്റ് സംസാരിക്കുക, അപ്പോൾ നമുക്കൊരു ഇത് കിട്ടും. അതാണ് ഞാൻ എൻ്റർടൈൻമെൻറ്റ് കൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു സന്തോഷം കിട്ടും, നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഇതാവും അങ്ങനെ. അപ്പം എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ സമയം കണ്ടെത്തണം. അപ്പോൾ ഇത്രയും 6 കാര്യങ്ങളായി. ഇനി അടുത്ത കാര്യം വെച്ചാൽ നമ്മൾ കിടക്കുന്ന കാര്യമാണ്. നമ്മൾ നേരത്തെ തന്നെ എന്താണ് എത്ര സമയം കിടക്കണം എന്നുള്ളതൊക്കെ ഫസ്റ്റ് പറഞ്ഞല്ലോ. അതനുസരിച്ച് കറക്റ്റ് ആ സമയത്ത് തന്നെ നമ്മൾ കിടക്കാനായിട്ട് ഉദ്ദേശിക്കുക. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡ് നന്നായിട്ട് പ്രോപ്പറായിട്ട് ഫുഡ് കഴിക്കുക. ഉച്ചയ്ക്ക്, പിന്നെന്താണ് രാവിലെ ഉച്ചയ്ക്കും രാത്രി നമ്മൾ പ്രോപ്പറായിട്ട് ഫുഡ് കഴിക്കുക. ഫുഡൊന്നും സ്കിപ്പ് ചെയ്യരുത്. കാരണം നമ്മളൊരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക, നമ്മളെ ബോഡി വീക്ക് ആവാൻ പാടില്ല. നമുക്ക് ബോഡിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൊടുക്കണം. വെള്ളം നന്നായിട്ട് കുടിക്കണം. വെള്ളം, ഫുഡും ഒക്കെ നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾ. അപ്പോൾ അതൊക്കെ സ്കിപ്പ് ചെയ്ത് ഇങ്ങനെ അങ്ങനെ പഠിച്ചിട്ടൊന്നും കാര്യമില്ല. അപ്പോൾ ആ സമയത്ത് എന്ത് ചെയ്യണം, നമ്മൾ ഫുഡ് കഴിക്കുക കേട്ടോ. ഇത്രയും കാര്യങ്ങളാണ് നമ്മളൊന്ന് പ്രൊഡക്റ്റീവ് ആകാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു പുറത്ത് പോയ കണക്കത്തൊരു ഫീൽ നമുക്ക് കിട്ടും. ഈ രാവിലെ തന്നെ നമ്മൾ ഹെയറൊക്കെ കോംബ് ചെയ്ത് പുതിയൊരു ഡ്രസ്സൊക്കെ ഇട്ട് ഒന്ന് ഒരുങ്ങിയില്ലേ, അപ്പോൾ തന്നെ നമുക്ക് എന്താ വേറെ എവിടെ നമ്മൾ പോവുക, നമ്മൾ വീട്ടിൽ തന്നെ ഇരിക്കുകയല്ല എന്നുള്ളൊരു തോന്നലൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ അത് നമ്മൾ ഒന്നുകൂടെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. അതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഒരു മിനിമം നമുക്ക് പ്രൊഡക്റ്റീവ് ആകാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് കേട്ടോ. വേറെ കാര്യങ്ങളൊന്നും ഇല്ല, ഇതിനെക്കാട്ടും കൂടുതലായിട്ട് വേറെ കാര്യങ്ങളുണ്ട്. എന്നാലും ബേസിക്കായിട്ട് നമ്മൾ ഇത്രയും കുറച്ച് കാര്യങ്ങൾ ചെയ്താൽ തന്നെ നമുക്ക് പ്രൊഡക്റ്റീവ് ആക്കാൻ പറ്റും. പിന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം വെച്ചാൽ കൺസിസ്റ്റൻസിയാണ് കേട്ടോ. ഇതേ ഇടയ്ക്ക് തന്നെ മെയിൻറ്റെയിൻ. ഇപ്പോൾ ഒരു ദിവസം നമ്മൾ ഇതേ ഇടയ്ക്കൊക്കെ നമ്മൾ ഷെഡ്യൂൾ ചെയ്തു, എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ടൊക്കെ ചെയ്തു, ഒരു ദിവസം നമ്മളെല്ലാം ചെയ്തു, പിറ്റേ ദിവസവും ചെയ്തു, 3-ാമത്തെ ദിവസമായപ്പോൾ നടക്കുന്നത് എല്ലാം പോയി. അങ്ങനെ എന്നിട്ട് കാര്യമില്ല കേട്ടോ. നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇത് തുടർന്ന് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആവും. അപ്പം അടുത്ത വീഡിയോയിൽ ഇതിനകത്ത് എന്തെങ്കിലും ഒരു മോട്ടിവേഷനോ ആയിട്ട് ഞാൻ വരാം കേട്ടോ. ഓക്കെ, ബൈ.